ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഓണം കൂടാൻ പോവാണ് കേട്ടോ. ഷാർജയ്ക്കാണ് പോകുന്നത്. നമ്മുടെ കസിൻസൊക്കെ അവിടെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ പോവാണ്, തലേ ദിവസം പോവാമെന്ന് കരുതി. അപ്പോൾ ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു കസിൻ്റെ വീട്ടിലാണ് പോയത്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ വേറെ ഒരു കസിൻ്റെ അടുത്തേക്ക് പോയത് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് അനിയനെ പിക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യം അനിയൻ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരുന്നത്. അവന് ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റത്തെ ഓണമല്ലേ അങ്ങനെ. പക്ഷെ നമ്മൾ പോണ വഴിക്ക് അങ്ങനെ പിക്ക് ചെയ്തു. എന്നിട്ടിത് ഇതാണ് അനിയൻ. അപ്പോൾ വന്നപ്പോൾ പിള്ളേർക്കൊക്കെ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ അതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പിന്നത്തെ ദിവസത്തെ വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരുങ്ങി ഇരിപ്പുണ്ട് പോവാനായിട്ട്. വേറൊരു ഫാമിലി ഉണ്ട്, അപ്പോൾ അവിടെയാണ് കൂടുന്നത്. അപ്പം ഇത് വേറൊരു സ്ഥലമാണ്, കസിൻസൊക്കെ ഉള്ളൊരു ബാച്ചിലർ റൂമാണ്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് സ്റ്റേ. രാവിലെ തന്നെ എല്ലാവരും കുളിച്ചൊരുങ്ങി ഫോട്ടോ സെക്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അവർ വിളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ നേരത്തെ പോയി കഴിഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അത് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയിട്ട് പിന്നെ നമ്മളവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ അവിടെ ആക്ച്വലി തലേ ദിവസം ഒരു കസിൻ്റെ ആനിവേഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓണപ്പൂക്കളിടാൻ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവരെ വീട്ടിലായിരുന്നു. ഇത്ര ലേറ്റായ കാരണം പിള്ളേരെയും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനൊന്നും നമ്മൾ പോയില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ റൂമിലേക്ക് പോവാണ്. പോണതിൻ്റെ ഇടയിലാണ് നമ്മൾ പുറത്തൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവർ തൃക്കാക്കരപ്പന വെച്ചിട്ടുണ്ട്, പൂക്കളിട്ടിട്ടുണ്ട്, പിന്നെ എല്ലാതും ആയിട്ടുണ്ടായിരുന്നു. ഭക്ഷണങ്ങളാണെങ്കിലും പായസമാണെങ്കിലും 2 തരം പായസമുണ്ട്. അപ്പോഴേക്കും ഇലയൊക്കെ കഴുകി തുടങ്ങി കേട്ടോ. ഇതാണ് കസിൻ ചേട്ടൻ്റെ വല്യമ്മയുടെ മോനാണ് കേട്ടോ. ഇത് ഫ്രണ്ട്. ഇതൊക്കെ ഒരേ നാട്ടുകാർ തന്നെയാണ്. ഇത് മാമൻ്റെ മോനാണ്. അപ്പോൾ അവിടെ ഇല കഴുകലും പപ്പടം കാച്ചലും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പൂക്കളുണ്ട് സൈഡിൽ അങ്ങനെ. അപ്പോൾ ആദ്യം ഫാമിലീസായിട്ട് പിന്നെ ബാച്ചിലേഴ്സായിട്ട് അങ്ങനെയൊക്കെ എടുത്തു. പിന്നെ നമ്മളധികം വൈകിച്ചില്ല. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇത്തിരി സമയമായ പോലെ ഉണ്ടായിരുന്നേ. പിള്ളേരൊക്കെ ആകെ ഉറക്കക്ഷീണമൊക്കെ ആയി തുടങ്ങി. 12 പോയി, 1 മണി കഴിഞ്ഞ് 1:30 കഴിഞ്ഞ് 2ൻ്റെ അടുത്തെത്തി. ഇടയിലൊക്കെ പായസമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ക്ഷീണാവാണ്ടിരിക്കാൻ. പിന്നെ എല്ലാവരും വേണ്ടേ കഴിക്കണ നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലും എടുക്കാൻ വേറെ എങ്ങടെയെങ്കിലും പോയിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടില്ലേ, ആണുങ്ങളൊരു സൈഡിൽ അങ്ങനെയൊക്കെ പെട്ടു. അപ്പോൾ പിന്നെ അങ്ങനെ വൈകി. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കറികൾ. അവിയൽ, കാബേജ്, അതുപോലെ തന്നെ കിച്ചടി, സാമ്പാർ, ഇഞ്ചിമ്പുളി, മത്തങ്ങയും പയറും, അച്ചാർ, ഇങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കായ വറുത്തതും ശർക്കര വരട്ടിയും. അതെ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓണവിശേഷങ്ങളും ഒക്കെ. അപ്പോൾ അടുത്തിരിക്കുന്ന ഫാമിലി ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി മാത്രം നാട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ, വിസ പുതുക്കാനായിട്ടേ. അതേ നമ്മൾ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പായസവും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ആണുങ്ങളിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ശാലമായിട്ടിരിക്കാമല്ലോ എല്ലാവരും കഴിഞ്ഞാലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് ഒരു ഗ്രൂപ്പ് സെൽഫി എടുത്തു, എല്ലാവരും ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ തിരിച്ചു പോരാണ് കേട്ടോ. വരുന്ന വഴിക്ക് അനിയനവൻ്റെ റൂമിൻ്റെ അവിടെ ഇറക്കി കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.